ഹായ് ഓൾ, നമുക്കിന്ന് ബോഡി പ്ലെയിൻസ് നോക്കാം. അനാട്ടമി ഫിസിയോളജി പോലെ തന്നെ നമ്മൾ കോഡിങ്ങിനും ബോഡി പ്ലെയിൻസ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ കോഡ് എടുക്കുമ്പോൾ നമുക്ക് അനാട്ടമിക്കലി ആയിരിക്കാം, അതായത് ഫോർ ചെസ്റ്റ് അല്ലെങ്കിൽ അബ്ഡോമൻ ഇതുപോലെയാണ് നമുക്ക് പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് അതിൻ്റെ കറക്റ്റ് കോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കെമിക്കൽ ഡയറക്ഷൻ പറയുന്നതിനോടൊപ്പം ഞാനിതിൽ എക്സാമ്പിൾസും ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടത് മനസ്സിലാകും. ബോഡി പ്ലെയിൻസിൽ നമുക്ക് ആദ്യം വരുന്നത് ട്രാൻസ്വേഴ്സ്, ഫ്രണ്ടൽ, സജൈറ്റൽ ആണ്. നിങ്ങൾക്ക് ഇതിലൊരു ഇമേജ് കാണുമ്പം തന്നെ മനസ്സിലാവും എന്താണ് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ടൽ, എന്താണ് സജൈറ്റൽ എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിലെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ട്രാൻസ്വേഴ്സിൽ നിന്നും തുടങ്ങാം. വ്യക്തമായിട്ടത് മുകൾ ഭാഗം, താഴെഭാഗം, അതായത് നമ്മുടെ അപ്പർ ബോഡി, ലോവർ ബോഡി എന്നിങ്ങനെ തിരിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മുൻഭാഗം, പിൻഭാഗം അങ്ങനെ തിരിക്കുന്നതിനെയാണ് നമ്മൾ കൊറോണൽ അല്ലെങ്കിൽ ഫ്രണ്ടൽ എന്നറിയപ്പെടുന്നത്. ഫ്രണ്ടലിൻ്റെ മറ്റൊരു പേരാണ് കൊറോണൽ എന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ മുൻഭാഗം, പിൻഭാഗം. തേർഡ് എന്ന് പറയുന്നത് സജൈറ്റൽ എന്നുള്ളതാണ്. ശരീരത്തെ ഇടത് വലത് ഭാഗങ്ങളായി വിഭജിക്കുന്നതിനെയാണ് നമ്മൾ സജൈറ്റൽ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. മെയിൻലി നമുക്ക് ബോഡി പ്ലെയിൻസിൽ ട്രാൻസ്വേഴ്സ്, ഫ്രണ്ടൽ, സജൈറ്റൽ വരുന്നുണ്ട്. അപ്പർ ലോവർ ആയിട്ടുള്ളത് ട്രാൻസ്വേഴ്സലും, ഫ്രണ്ട് ബാക്ക് ആയിട്ടുള്ളത് ഫ്രണ്ടൽ അല്ലെങ്കിൽ കൊറോണലും, ഇനി റൈറ്റ് ലെഫ്റ്റ് ആയിട്ടുള്ളത് സജൈറ്റൽ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ ഇനിയും കുറച്ച് അധികം ഡയറക്ഷൻസ് നമുക്ക് നോക്കാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് ട്രങ്ക് എന്താണെന്ന് നിങ്ങൾ മെയിൻലി അറിഞ്ഞിരിക്കണം. ആ ഒരു പിക്ചറിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂമൻ ബോഡി നമ്മൾ എടുത്താൽ കൈകളും കാലുകളും നമ്മൾ എക്സ്ട്രിമിറ്റീസ് അല്ലെങ്കിൽ ലിംസ് എന്ന് പറയും. ഓക്കെ, കൈകളും കാലുകളും. അപ്പോൾ കൈ അപ്പർ പാർട്ടിലായതുകൊണ്ട് തന്നെ അപ്പർ എക്സ്ട്രിമിറ്റി അല്ലെങ്കിൽ അപ്പർ ലിംബ് എന്ന് പറയും. കാലുകൾ ലോവർ പാർട്ടിലായതുകൊണ്ട് തന്നെ ലോവർ എക്സ്ട്രിമിറ്റി അല്ലെങ്കിൽ ലോവർ ലിംബ് എന്ന് പറയും. ഹെഡ്, ഓക്കെ, ഇത് രണ്ടും ഒഴികെ നമ്മുടെ സ്റ്റെം പാർട്ട് ഓഫ് ദ ബോഡിയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്, നമുക്കതിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡിനെ നമ്മൾ ആൻറ്റീരിയർ പോർഷൻ എന്നും ബാക്ക് സൈഡിനെ നമ്മൾ പോസ്റ്റീരിയർ പോർഷൻ എന്നും പറയും. അപ്പോൾ നമുക്കിപ്പം ഫ്രണ്ട് പോർഷൻ ആൻറ്റീരിയർ ആണെങ്കിൽ നമ്മുടെ ചെസ്റ്റ്, അബ്ഡോമനൊക്കെ ആൻറ്റീരിയർ ട്രങ്കിലാണ് വരുന്നത്. സ്പൈനൽ കോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ അത് പോസ്റ്റീരിയർ ട്രങ്കിലാണ് വരുന്നത്. അപ്പോൾ ചില പ്രൊസീജിയറുകൾ ചെസ്റ്റിന് ചെയ്തു അല്ലെങ്കിൽ അബ്ഡോമിന് ചെയ്തു എന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. എന്നാൽ നമ്മൾ കോഡുകൾ ചെസ്റ്റ്, അബ്ഡോമൻ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പകരം ആൻറ്റീരിയർ ട്രങ്ക് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്കറിയാം ആൻറ്റീരിയർ പോർഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡാണ്. നമ്മുടെ ചെസ്റ്റും അബ്ഡോമനൊക്കെ ആൻറ്റീരിയർ ട്രങ്കിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ചെസ്റ്റ്, അബ്ഡോമൻ ഇല്ലെങ്കിൽ അവിടെ ആൻറ്റീരിയർ ട്രങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കോഡായിട്ട് എടുക്കാം. അതുപോലെ തന്നെയാണ് ഈ എക്സ്ട്രിമിറ്റിയുടെ കാര്യങ്ങളും. ഇപ്പോൾ കൈ, കാല് അല്ലെങ്കിൽ ഇപ്പോൾ ലെഗ്, ആം എന്നൊക്കെ ആയിരിക്കാം നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. പക്ഷേ നമ്മൾ കോഡ് പോയി നോക്കുമ്പോൾ ലെഗ്, ആം എന്ന് കോഡില്ലെങ്കിൽ എക്സ്ട്രിമിറ്റി എന്നുള്ള കോഡുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാം. അനസ്തേഷ്യ ചാപ്റ്ററിൽ നിന്ന് ഒരു കോഡാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 00400 എന്ന് പറയുന്ന കോഡിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലൈനിൽ നിങ്ങൾക്ക് എക്സ്ട്രിമിറ്റീസ്, അതുപോലെ തന്നെ ആൻറ്റീരിയർ ട്രങ്ക്, ഈ രണ്ട് വേർഡുകൾ നിങ്ങൾക്ക് കാണാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിൽ അത് എക്സ്ട്രിമിറ്റീസും തന്നെ ആകണം എന്നില്ല. അപ്പോൾ കൈകൾ, കാലുകൾ, അതായത് ലെഗ്, ആം പോലെ പറഞ്ഞാലും നിങ്ങൾക്ക് എക്സ്ട്രിമിറ്റി എന്നുള്ള കോഡ് എടുക്കാം. ചെസ്റ്റ് അല്ലെങ്കിൽ അബ്ഡോമൻ റിലേറ്റഡ് പ്രൊസീജിയർ ആണെങ്കിൽ അത് ആൻറ്റീരിയർ ട്രങ്കിലാണ് വരുന്നത്. സ്പൈനൽ പോലുള്ളതാണെങ്കിൽ പോസ്റ്റീരിയർ ട്രങ്ക് ഉണ്ടെങ്കിൽ എടുക്കാം. നമുക്ക് അങ്ങനെ എടുക്കാമെന്ന് അറിയാമെങ്കിൽ മാത്രമേ അങ്ങനെ അനാട്ടമിക്കൽ സൈറ്റിൻ്റെ ഉള്ളപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ആൻറ്റീരിയർ ട്രങ്ക്, പോസ്റ്റീരിയർ ട്രങ്ക് എന്താണ്, ലിംബ് അല്ലെങ്കിൽ എക്സ്ട്രിമിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് മീഡിയൽ ആൻഡ് ലാറ്ററൽ ആണ്. അപ്പോൾ ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. സെൻറ്റർ അല്ലെങ്കിൽ ഇൻസൈഡ് പാർട്ട്, അല്ലെ, ആ സെൻറ്റർ പോർഷനെയാണ് നമ്മൾ മീഡിയൽ എന്ന് അറിയപ്പെടുന്നത്. എവേ ഫ്രം ദ സെൻറ്റർ അല്ലെങ്കിൽ സൈഡ് പോർഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഔട്ടർ പോർഷനെയാണ് നമ്മൾ ലാറ്ററൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോസ് നമുക്ക് എക്സാക്ട്ലി മീഡിയൽ പാർട്ടിലല്ലേ വരിക. അപ്പം നമുക്ക് മീഡിയലിനൊരു എക്സാമ്പിളായിട്ട് നോസ് എടുക്കാം. സൈഡ് പാർട്ട് അല്ലെങ്കിൽ എവേ ഫ്രം ദ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇയേഴ്സ്, അല്ലേ, നമ്മുടെ ചെവികൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, ലാറ്ററലായിട്ട് എടുക്കാം. അപ്പം ഇതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ചില വേർഡുകൾ കേൾക്കുമ്പം ഓക്കെ അതിൻ്റെ ഉൾഭാഗമാണ്, വെളിഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ കാണിക്കാം. നമുക്ക് 2000 സീരീസ്, അതായത് മസ്കുലോ സ്കെലിറ്റലിൻ്റെ കോഡുകളാണ് 29881, 29882. മെനിസെക്ടമീൻ്റെ കോഡുകളാണ്. ഇവിടെ നിങ്ങൾക്ക് മീഡിയൽ ഓർ ലാറ്ററൽ എന്നുള്ള വേർഡ് ഉണ്ടാവും. അപ്പം മീഡിയൽ മെനിസെക്ടമിയും ഉണ്ട്, ലാറ്ററൽ മെനിസെക്ടമി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീനിങ് അറിയാമല്ലോ, മെനിസ്കസിൻ്റെ ഇൻസൈഡ് പാർട്ടാണെങ്കിൽ മീഡിയൽ എന്നും
അതിൻ്റെ ഔട്ട്സൈഡ് അല്ലെങ്കിൽ സൈഡ് പാർട്ടാണെങ്കിൽ ലാറ്ററലും. അപ്പോൾ ഇതുപോലെ നമുക്ക് മീനിങ് മനസ്സിലാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞ തന്നെയാണ്, നമ്മുടെ ബോഡിയുടെ പാർട്സാണ്. അതിൽ ജസ്റ്റ് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. ഈ ഒരു പിക്ചർ ഫുള്ള് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ചെസ്റ്റ് അബ്ഡോമനൊക്കെ ആൻറ്റീരിയർ പോർഷനിലാണ് എന്നുള്ളത്. അതുപോലെ എക്സ്ട്രിമിറ്റി, കൈകൾക്കും കാലുകൾക്കും എക്സ്ട്രിമിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോ ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് പ്രൊക്സിമൽ ആൻഡ് ഡിസ്റ്റലാണ്. ഏതൊരു സൈറ്റ് നമ്മൾ എടുക്കുമ്പോഴും അതിനൊരു ഒറിജിനും ഉണ്ടാവും, എൻഡിങ് അല്ലെങ്കിൽ അവേ ഫ്രം ദ ഒറിജിൻ ഉണ്ടാവും. നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അതാണ് നമ്മുടെ ഒറിജിൻ പോയിൻറ്റ്. അതിനെയാണ് നമ്മൾ പ്രൊക്സിമൽ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ആ ഷോൾഡറിനോട് ചേർന്നിരിക്കുന്ന കൈഭാഗമാണ് നമ്മുടെ കൈയുടെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊക്സിമൽ റീജിയൻ. കൈവിരലുകൾ അത് നമ്മൾ നിയറസ്റ്റ് അല്ല, നമ്മൾ എന്താണ് എവേ ഫ്രം ആണല്ലേ, അപ്പോൾ അതാണ് നമ്മൾ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളം കൈവെള്ളയും പാമാർ എന്ന് പറയുന്ന ഉള്ളം കൈ, അതായത് കൈവെള്ളയും പ്ലാന്റാർ എന്ന് പറയുന്ന കാൽപാദം കാൽവെള്ളയാണ് പറയുന്നത്. എല്ലാവരും പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഉപ്പൂറ്റിയിലുണ്ടാകുന്ന ഒരുതരം വേദനയാണ്. അതായത് നമ്മുടെ കാൽപാദത്തിൽ നമുക്കൊരു പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന കട്ടിയുള്ളൊരു ടിഷ്യൂ ബാൻഡ് ഉണ്ട്. ഈ ടിഷ്യൂ ബാൻഡിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് ഈ കണ്ടീഷന് കാരണമാകുന്നത്. അപ്പം കാൽപാദം, കൈവെള്ള, പ്ലാന്റാറും പാമാറും. അപ്പം ഇത്രയൊക്കെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആൻറ്റീരിയർ പോസ്റ്റീരിയർ ട്രങ്ക്, എക്സ്ട്രിമിറ്റീസ്, ലിംബ്, ഇത് നമുക്ക് പ്രധാനമായിട്ടും കോഡ് ചെയ്യുമ്പോൾ വേണ്ടതാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കോഡിങ് കുറച്ചുകൂടി ഈസി ആകും. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.